ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതാണ് നമ്മുടെ സർവൈവർ സീരീസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് ആയിട്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നില്ല ഒക്കെ ഒരു മര്യാദയില്ല, എത്രാമത്തെ ഫസ്റ്റ് എപ്പിസോഡാണെന്ന് അറിയാം ഗൈസ്. എൻ്റെ വേൾഡ് ഡിലീറ്റ് ആയിപ്പോയി, അത് ബാക്കപ്പ് ചെയ്യുന്ന സമയത്ത് വേൾഡും പോയി. എന്നാലും ഇത് നമ്മുടെ ബീസ്റ്റ് ലാൻഡിൻ്റെ സീസൺ 2 ആണ്. ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കും, ഇത് ഉറപ്പാണ്. സോ നമുക്ക് സീരീസിലേക്ക് കിടക്കാം. ഓക്കെ, നമ്മൾ വേൾഡ് സ്പോൺ ആയിരിക്കുന്നു. എൻ്റെ ഫ്രണ്ടിലൊരു വില്ലേജ് ഉണ്ട്, അതൊക്കെ അവിടെ ഇരിക്കട്ടെ, അതൊന്നും എനിക്ക് പുത്തരിയില്ല. ഞാൻ ഈ സീഡ് ഓൾറെഡി എക്സ്പ്ലോർ ചെയ്തതാണ്, നമ്മൾ ക്രിയേറ്റീവ് കൊണ്ട് എടുത്തപ്പോൾ ഈ സീഡ് കിട്ടിയതാണ്. അപ്പോൾ ഞാൻ ഇതങ്ങോട്ട് കോപ്പി ചെയ്ത്. നമ്മുടെ മെയിൻ വിഷയം അതല്ല, നമുക്കിനി മരം മുറിക്കാൻ പോകണം. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് കിടക്കുകയാണ്. ഞാൻ ഇത് മാത്രമല്ല, ഇവിടെ വേറെ കുറേ ഞാൻ പോയ സമയത്ത് രണ്ടാമതൊരു വില്ലേജ് ഉണ്ട്, നമുക്ക് അങ്ങോട്ടേക്കും കൂടെ ഒന്ന് പോകണം. അത് നല്ലൊരു ഇച്ചിരി നല്ല റിച്ച് വില്ലേജാണ്. അതിന് സെറ്റിങ്സ് മാറ്റിയിട്ട് ഞാൻ ഇൻവേർട്ടഡ് ആക്സസ് ഓൺ ചെയ്തിട്ടൊക്കെയായിരുന്നു. അത് കാരണം എനിക്കിപ്പം ഒരുമാതിരി വല്ലാത്തൊരു ഡിഫിക്കൽട്ടി ആയിരുന്നു. ഓക്കെ, അവിടെ ടച്ച് എങ്ങനെയത് ഇൻവേർട്ട് ബൈ ആക്സിസ്. ഓക്കെ, ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് നേരെ മരം മുറിക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോകണം. സോ ഇങ്ങനെ അടിച്ചാടി വേണം പോകാൻ, വേറൊരു വഴിയില്ല. ഞാൻ അതിന് ശേഷം ഈ സീഡ് സെലക്ട് ചെയ്ത് എനിക്ക് ഈ സീഡ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇവിടെ 2 വില്ലേജ് നമുക്ക് അടുത്തടുത്ത് കിട്ടും, അത് നമുക്കൊരു ഓപ്ഷനൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷെ ആ ഓപ്ഷൻ മാറ്റി വെച്ചിട്ട് നമുക്ക് ആദ്യം മരം ഒന്ന് മുറിക്കാം. ഇപ്പോൾ ഇവിടെ നല്ല മഴയാണ്, അതുകൊണ്ട് ഇങ്ങനെ ഷീറ്റ് ഇങ്ങനെ ഒരുമാതിരി ചറപുറ പച്ചൊക്കെ വരും. നിങ്ങളത് എന്നോട് ക്ഷമിക്കണം. നമുക്ക് ഈ മരം ഫുള്ളും ഒന്നും വെട്ടണ്ട, നമുക്ക് ജസ്റ്റ് നമ്മുടെ ടൂൾസ് ക്രാഫ്റ്റ് ചെയ്യാനുള്ള മരം അങ്ങ് വെട്ടി തടിയൊക്കെ എടുത്താൽ മതി. ഇത് ഭയങ്കര മെനക്കേടാ. നമ്മുടെ ടൂൾസ് ഒക്കെ ഏകദേശം ക്രാഫ്റ്റ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് സ്റ്റോണാണ്, കാരണം നമുക്ക് സ്റ്റോൺ ടൂൾസിലേക്ക് പെട്ടെന്ന് തന്നെ അപ്ഗ്രേഡ് ചെയ്യണം. അവിടെ വലിയൊരു കുഴി, കുഴപ്പമില്ല. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതുപോലെ ഞാൻ സെക്കൻഡ് എപ്പിസോഡ് ആനൊന്നും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. അത്യാവശ്യം നല്ല ഒരു വീഡിയോ എടുത്തിട്ട് ഞാൻ ഇനിയും ബാക്കി എന്തും ചെയ്യത്തുള്ളൂ. നമ്മൾ ആദ്യം സെറ്റിൽഡ് ആണ് ആദ്യം. കല്ലൊക്കെ എഴുതാം. ഓക്കെ, പിന്നെ നിങ്ങളൊരു കാര്യം പറയാൻ പറഞ്ഞത്, നിങ്ങൾ ഈ ചാനലിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. കൂടെ അടുത്ത് വരുന്ന ബെൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തേക്ക്. ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക, വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക, അത്രേ ഉള്ളൂ. പിന്നീട് ഞാൻ ഈ കഴിഞ്ഞിടെ ഒരു പുതിയ വീഡിയോ ഇട്ടായിരുന്നു, ഞാൻ ഒരു മൈൻക്രാഫ്റ്റ് സ്റ്റോറി. അത് ഞാൻ തന്നെ എഴുതി ഞാൻ തന്നെ ഇട്ടൊരു വീഡിയോ ആണ്. നിങ്ങളെല്ലാവരും അതൊന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവും ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് നമ്മുടെ മെയിൻ പരിപാടി വേണം, നമുക്ക് ഫുഡൊക്കെ കളക്ട് ചെയ്യണം. പിന്നീട് നമുക്ക് ആ വില്ലേജിലോട്ട് പോകാം. ആ വില്ലേജ് ഞാൻ നോക്കിയിട്ട് കാര്യമായിട്ടൊന്നുമില്ല പ്രത്യേകിച്ച്. ഞാൻ അവിടെ അധികം നേരം എക്സ്പ്ലോർ ചെയ്തില്ല. നമുക്ക് മറ്റേ രണ്ടാമത്തെ വില്ലേജിലോട്ട് പോകാം. എന്തോ ഇത് പൊട്ടറ്റോ എടുത്തേക്കാം, ഇവരെ മുടിപ്പിച്ചേക്കാം. ഒരു പൊടിക്കൈ പോലും ഇവിടെ ബാക്കി വയ്ക്കില്ല. ഓക്കെ, നമുക്ക് കിട്ടിയിരിക്കുകയാണ്. പിന്നെ അവിടെ ഹേവേൽ ഉണ്ട്, അതും കൂടെ എടുത്തേക്കാം. അത് വെച്ച് ബ്രെഡ് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ എടുക്കാണ്, എടുക്കുന്നുള്ളൂ. 4 കുഴപ്പമില്ല, ഫുഡ് എടുത്ത് നോക്കാം. ഇനി നമുക്ക് ഇവിടുന്ന് മെല്ലെ പോകാം. സോ പിന്നെ നമുക്ക് ചുമ്മാ ഇവിടുന്ന് റൈഡ് നടത്തിയേക്കാം. ഇതെല്ലാം കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ. ഇത് ഇവിടെ എങ്ങാണ്ടെന്നായിരുന്നു, ജസ്റ്റ് ഇതല്ലല്ലോ. പൊട്ടറ്റോ സാപ്ലിങ്സ് ആവശ്യമില്ല. ബണ്ടിൽ ഇത് വേണം എമറാൾഡ്. ഈ എമറാൾഡ് ഇന്നത്തിരിക്കട്ടെ. നമുക്ക് നമ്മുടെ ആ ഒരു അഡ്വഞ്ചറിന് പോവാം. കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ നമ്മുടെ യാത്രയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ആ വില്ലേജൊക്കെ ഫുള്ള് ഒന്ന് റൈഡ് ചെയ്ത് വരാമെന്ന് വിചാരിച്ചു. ഓർമ്മകൾ ശരിയാണെങ്കിൽ ഈ ഒരു ഭാഗത്തൂടെ വേണം ഇറങ്ങിപ്പോകുന്നുണ്ട്. ആ ഒരു റിവറില്ല, ആ റിവർ ക്രോസ് കഴിഞ്ഞ് കുറച്ചുകൂടെ വലിയ റിവർ വരുന്നുണ്ട്, അതും കൂടെ കഴിഞ്ഞ് മറ്റേ വില്ലേജ് എത്തും. ഞാൻ ഈ സീഡ് ചുമ്മാ
ഞാൻ ജസ്റ്റ് ഒരു ക്രിയേറ്റീവ് മോഡ് ഞാൻ ഈ സീഡ് ചുമ്മാ ജനറേറ്റ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയതായിരുന്നു ഈ സീഡ്. നല്ല രസമുണ്ട്. എന്തുകൊണ്ട് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഈ ക്രിയേറ്റീവ് മോഡ് വീഡിയോയുടെ റെക്കോർഡിങ്ങിന് ക്രിയേറ്റീവ് മോഡ് വന്നപ്പോൾ എനിക്ക് ഈ സീഡാണ് കിട്ടിയത്. ഞാനോട് ചുമ്മാ ഒന്ന് കറങ്ങി നടന്നപ്പം ഈ കിട്ടിയതാണ്. അതുകൊണ്ട് ഞാൻ ഈ സീഡൊക്കെ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് ഇപ്പോൾ സെയിം സീഡ് കോപ്പി ചെയ്ത് അത് പിന്നെ സർവൈവൽ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാൻ ക്രിയേറ്റീവ് മോഡ് എടുത്തിട്ടല്ലേ ഇത് കളിക്കുന്നത്. ആ സെയിം സീഡ് കോപ്പി അടിച്ച് അത് വേറെ വേൾഡിൽ ഇത് അപ്ലൈ ചെയ്യുന്നേ ഉള്ളൂ. എന്നുവെച്ചാൽ ഇത് സ്റ്റാർട്ടിങ്ങിൽ സർവൈവലായിരുന്നു. സത്യമായിട്ട് ഇതിനകത്ത് ക്രിയേറ്റീവ് മോഡ് എടുത്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് എൻ്റെ ഒരു ഊഹത്തിൽ ഇത് ശരിയാണെങ്കിൽ ഇതിൽ കൂടെ ആണെന്ന് തോന്നുന്നു. ഓക്കെ, എനിക്ക് റെക്കോർഡ് ചെയ്തിട്ട് കുറേ നേരം ആയതുകൊണ്ട് ഇതിൻ്റെ ഓഡിയോ വീഡിയോ എന്തെങ്കിലും ഡിസ്മാച്ച് ആക്കണം. എന്നാലും ക്ഷമിക്കണം, അത് ഈ ഡിവൈസിൻ്റെ കുഴപ്പമാണ്. നമുക്ക് നമ്മുടെ ബാക്കി കാര്യത്തിലേക്ക് കിടക്കാം. ഇപ്പോഴൊരു കാര്യം ശ്രദ്ധിച്ചത്, ഞാൻ മറ്റേ വില്ലേജ് എക്സ്പ്ലോർ ചെയ്ത് അത്രയും ഭാഗമില്ലേ, ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ ഇവിടെ ശ്രദ്ധിച്ചാൽ ഞാൻ വില്ലേജ് എക്സ്പ്ലോർ ചെയ്തിരുന്ന സമയത്ത് ഇതിൻ്റെ സ്ക്രീൻ റെക്കോർഡർ ഓഫായി കിടക്കുമായിരുന്നു. ഞാൻ അന്നേ ശ്രദ്ധിച്ചില്ല, ഞാൻ നോക്കിയില്ല. ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് അതിൻ്റെ സ്ക്രീൻ റെക്കോർഡർ ഓഫായിപ്പോയി. ഞാൻ ആ ഭാഗമൊക്കെ റെക്കോർഡിങ്ങിലൊക്കെ മറന്നുപോയി. സോറി, എനിക്ക് നിങ്ങളുടെ ആ ഭാഗങ്ങളൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. എൻ്റെ ഇപ്പോൾ ഫുട്ടേജും ഇല്ല. ഞാൻ വലിയ ഒരു ആഗ്രഹത്തോടു കൂടി നിങ്ങളെ ഒരു ഫുട്ടേജ് കാണിക്കണമെന്ന് വില്ലേജ് എക്സ്പ്ലോർ ചെയ്ത് വെച്ചിരുന്നു. പക്ഷെ എനിക്ക് പറ്റിയില്ല. മറ്റേ നിങ്ങൾ ഇവിടെ നിന്നു വരുന്നുണ്ട്. ഫുള്ളും ബ്രെഡാക്കട്ടെ, ഞാൻ ഇതിനെ വന്നു. സോ വലിയൊരു ആഗ്രഹത്തോടുകൂടി നിങ്ങളെ കാണിക്കാൻ വെച്ചാൽ വില്ലേജ്. പക്ഷേ അന്നേരം സ്ക്രീൻ റെക്കോർഡർ ഓഫായി പോയി. എൻ്റെ ഒരു ഫുട്ടേജിലായിരുന്നു. സോറി, ഞാൻ ശ്രദ്ധിച്ചില്ല കാര്യമൊക്കെ. കുഴപ്പമില്ല. പിന്നെ ഞാൻ നിങ്ങളെ വില്ലേജ് കാണിക്കുന്നതായിരിക്കും. സോറി. ഇവിടെ എന്തെങ്കിലും വേറെ എനിത്തിങ് എൽസ്? ഒരു കാര്യം ഓർത്തത്, എനിക്ക് കുറച്ച് എക്സ്ട്രാ ക്രോപ്പൊക്കെ കിട്ടുന്നത് അതൊക്കെ പോയി നടനായിരുന്നു. എനിക്ക് തിരിച്ച് അങ്ങോട്ട് ആ ഒരു വില്ലേജിൽ പോയി എന്നുവെച്ചാൽ ഞാൻ ഇവരുടെ കുറച്ച് ഇത് കൊള്ളടിച്ചില്ല. നമുക്ക് തിരിച്ച് നടാൻ വേണ്ടിയിട്ടാണ്. സോ അതിനു മുമ്പ് എനിക്കൊരു കാര്യം, ഞാൻ വീട് വെക്കാൻ എനിക്കൊരു സ്ഥലം ഡിസൈഡ് ചെയ്യണം. ഈ സ്ഥലം നല്ലതാണ്, കുഴപ്പമില്ല, നല്ല പ്ലെയിൻ സ്ഥലമാണ്. അത്യാവശ്യം സ്പേസൊക്കെ ഉണ്ട് ഇവിടുത്തെ. അത് എൻ്റെ ഒരു ഇത് പ്രകാരം സ്പേസൊക്കെ ഉണ്ട് ഇവിടുത്തെ. സോ പക്ഷേ എൻ്റെ രീതി പ്രകാരം എനിക്ക് ഞാൻ ഈ രണ്ട് വില്ലേജിൻ്റെ നടുക്കായിട്ട് ഈ വീട് കാണാം. അതുകൊണ്ട് എനിക്ക് രണ്ട് വില്ലേജ് ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എനിക്ക് രണ്ട് വില്ലേജിലേക്കുള്ള ദൂരം എൻ്റെ ഒരുപോലെ ഉണ്ടായിരിക്കണം. അതായത് ആ ഒരു മൗണ്ടൻ റേഞ്ചസ് ലെവലിലൊക്കെ വീട് പണിയാം. കാരണം അത് എനിക്ക് രണ്ട് വില്ലേജിൽ ട്രാവൽ ചെയ്യാനുള്ള ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും. അത് മാത്രമല്ലാതെ എനിക്ക് രണ്ട് വില്ലേജിലും ഒന്ന് പോയി സാധനങ്ങൾ എടുത്തുന്നതിനും ആൾക്കാരെ കടത്താനും, അതായത് ഈ വില്ലേജസ് ഇങ്ങോട്ടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള എൻ്റെ ഒരു ഡിഫിക്കൽട്ടി എനിക്ക് മാറിക്കിട്ടും. എൻ്റെ ആൾമോസ്റ്റ് യാത്രയൊക്കെ സിമ്പിളാണ്. ഇവിടെ നല്ല രസമുണ്ട്. പക്ഷേ അത്ര പ്ലെയിൻ ഏരിയ ഇല്ലെന്ന് തോന്നുന്നു. ഞാൻ വലിയ വീടൊക്കെ പ്രതീക്ഷിക്കുന്നത് ഈ മൈൻക്രാഫ്റ്റിൽ. സോ അതിനുള്ള ഏരിയ ഇവിടെ ഇല്ല. ഇവിടെ ഫുള്ളും കുണ്ടും കുഴിയുകയാണ്. അതിന് കഴിഞ്ഞ എപ്പിസോഡിനകത്തെ പോലെ ഒരു കുഞ്ഞു വീട് വെച്ചാൽ എൻ്റെ മണ്ടയിൽ കൂടെ സ്കൈ ഹൗസ് പണിയാനുള്ള കപ്പാസിറ്റി ഇപ്പം ഞാൻ നിൽക്കുന്നില്ല. നടുത്ത മലയിലേത് ആ ഭാഗത്തായിട്ട് വില്ലേജ് വരും. അതിൻ്റെ ഇവിടെ അടുത്തൊന്നും വീട് വെക്കുന്ന സ്ഥലം പോലും ഇല്ല. പക്ഷേ ഇവിടെ മലയുണ്ട്, കുഴപ്പമില്ല. നമ്മൾ ഫ്യൂച്ചറിൽ നമ്മുടെ ഒരു ഐലൻഡ് വരും. അതായത് നമ്മൾ ഫ്യൂച്ചറിൽ നമ്മൾ ഈ സ്ഥലത്ത് നമ്മൾ ക്രിയേറ്റിവിറ്റി നമ്മൾ കണക്ട് ചെയ്യും. നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഒരു കിങ്ഡമായിട്ട് നമ്മൾ ഇതിനെ കണക്ട് ചെയ്യും. ഈ ഒരു ഐലൻഡിനെ നമ്മുടെ ലാൻഡുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നതായിരിക്കും. എന്നുവെച്ചാൽ നമ്മൾ ഈ ഒരു ഭാഗമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് നമ്മുടെ ഒരു കിങ്ഡം, നമ്മുടെ ഒരു ഐലൻഡ് നമ്മളിതിനെ കണക്ട് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മുടെ വേൾഡ് നമ്മൾ ഇത് ഓൾറെഡി ഉൾപ്പെട്ടിരിക്കുകയാണ്. മനസ്സിലായില്ല എന്താ പറഞ്ഞു നിന്നും?
നമ്മൾ ഇതിനെ അതിനകത്ത് ഉൾപ്പെടുത്തും. ഇങ്ങനെ ഓടുന്നതാണ് എന്നെ സുഖമാണ്. ഇതുമായി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബട്ടൺ കാണുന്നുണ്ടോ, കണ്ണിൻ്റെ ബട്ടണ്? അതെങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ ഞാൻ അതിനൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ പോയി കാണാനാണ്, നല്ല റീച്ചുണ്ട് ആ വീഡിയോയ്ക്ക്. പിന്നെ ഇപ്പം നമുക്ക് നമ്മുടെ ഈ ഒരു ഐലൻഡിൽ നമ്മൾ ഇത്രയൊക്കെ ചെയ്യുക. എന്നിട്ട് ഫ്യൂച്ചറിൽ നമ്മൾ ആ ഐലൻഡിനെ നമ്മൾ പ്രോഗ്രസ് ചെയ്യും. നമ്മൾ ആ ഐലൻഡിൽ നമ്മുടെ കീഴിൽ കൊണ്ടുവന്നിരിക്കും. ഇപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോകണം. അവിടെ ഒരു വില്ലേജ് ഉണ്ടല്ലോ, സാധനമൊക്കെ കൊണ്ട് നമ്മൾ തുറക്ക്. ഇങ്ങനത്തെ ഓരോ സാധനമാണ് ഇങ്ങനെ കയറ്റി വെക്കണം. എല്ലാം കൊള്ളായോ, കുഴപ്പമില്ല. സോ നമ്മൾ ആ ഒരു ഐലൻഡ് ഇപ്പം മിച്ചം വന്ന 7 ക്യാരറ്റ് നമ്മൾ ആ ഐലൻഡിൽ പോയി. ആ ഐലൻഡും പോട്ടെ, നമ്മൾ ഈ വില്ലേജറിൻ്റെ ഫാമിൽ പോയി നമ്മൾ തിരിച്ച് നടാൻ പോവാണ്. പുള്ളിക്കാരൻ കഷ്ടപ്പെട്ട് വളർത്തിയ സാധനമാണ്. നമ്മളിങ്ങനെ വളരെ അടിക്കുന്നത് ശരിയില്ല. ഇത് മൈൻക്രാഫ്റ്റിലുള്ളതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതേ ഉള്ളൂ. നമ്മൾ ഓരോ ക്യാരറ്റ് ഇങ്ങനെ നട്ട് പോകുന്നു. ബാക്കി ക്യാരറ്റ് ഞാൻ കഴിക്കുന്നു. സിമ്പിൾ, പ്രശ്നം കഴിഞ്ഞു. ഓക്കെ, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ പുതിയ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തി നോട്ടിഫിക്കേഷൻ എന്നിവ വെക്കുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ഐഡി മണ്ടയ്ക്കുണ്ട്. അല്ല, അടുത്തൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും വരുന്നിടം വരെ എല്ലാവരും വീണ്ടും വരും. അതുവരെ നിങ്ങളെല്ലാവരും കാത്തിരിക്കുക. ടാറ്റ, ബൈ ബൈ ആൻഡ് സി യു.